കഴിഞ്ഞ ദിവസമാണ് റഷ്യ യുക്രൈനിലെ ഒഡേസ നഗരത്തിൽ ആക്രമണം നടത്തിയത്. നഗരത്തിലുള്ള സ്വകാര്യ ലോ അക്കാഡമി കെട്ടിടത്തിലാണ് റഷ്യ തിങ്കളാഴ്ച മിസൈൽ ആക്രമണം നടത്തിയത്. തുറമുഖ നഗരമായ ഒഡേസയിലെ കടലോരത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 5 പേരാണ് മരിച്ചത്. ആക്രമണത്തിന് സാക്ഷിയായ ഒരാൾ ഹൃദയാഘാതം മൂലം മരിച്ചു. 4 വയസ്സുള്ള കുട്ടിയും ഗർഭിണിയും ഉൾപ്പെടെ 32 പേർക്ക് പരിക്കേറ്റു. ഇതിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. റഷ്യ തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുന്ന നഗരമാണ് ഒഡേസ. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗമായ ഒഡേസ വെറുമൊരു നഗരമല്ല. മലയാളികൾക്ക് ഒഡേസ ഏറെ പരിചിതമായ പേരാണ്. കേരളത്തിലെ സമാന്തര സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയായിരുന്നു ഒഡേസ. സംവിധായകൻ ജോൺ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിലാണ് ഒഡേസ രൂപം കൊണ്ടത്. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമ നിർമ്മിച്ചത് ഒഡേസയുടെ നേതൃത്വത്തിലാണ്. ജനകീയ സിനിമാ പ്രവർത്തനത്തിൻ്റെ മാതൃകയായി ഒഡേസ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ ചുവപ്പൻ സ്വപ്നമായിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ തെക്കൻ തലസ്ഥാനവും പ്രവേശന കവാടവുമായിരുന്നു ഒഡേസ. കരിങ്കടലിൻ്റെ തീരത്തുള്ള ഒഡേസ തുറമുഖം ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗമാണ്. യുക്രൈനിൽ ഏറ്റവും വലിയ ഭക്ഷ്യ എണ്ണ കയറ്റുമതി കേന്ദ്രമാണ് ഒഡേസ തുറമുഖം. കയറ്റുമതി കേന്ദ്രമെന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും ഒഡേസയിൽ റഷ്യയ്ക്ക് താൽപ്പര്യങ്ങളുണ്ട്. ഫെബ്രുവരി 24-ന് യുദ്ധം തുടങ്ങിയ ശേഷം ഒഡേസയിലേക്ക് തിരിച്ച റഷ്യൻ യുദ്ധക്കപ്പൽ കരിങ്കടലിലെ സ്നേക്ക് ഐലൻഡിലെത്തിയപ്പോൾ യുക്രൈൻ സൈനികർ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചു. ആയുധം താഴെ വെച്ച് കീഴടങ്ങാൻ റഷ്യൻ പട്ടാളം ആവശ്യപ്പെട്ടു. എന്നാൽ കീഴടങ്ങാൻ ആ 13 സൈനികരും കൂട്ടാക്കിയില്ല. കീഴടങ്ങാതെ എല്ലാ സൈനികരും പോരാടി മരിച്ചു. യുദ്ധത്തിൻ്റെ 3-ാം ദിവസം തന്നെ 10 സ്ത്രീകളടക്കം 18 പേരാണ് റഷ്യൻ ബോംബിങ്ങിൽ ഒഡേസയിൽ കൊല്ലപ്പെട്ടത്. യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ അടച്ചിട്ടതിനാൽ തുറമുഖം ആക്രമിക്കപ്പെട്ടില്ല. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം തീവ്രമാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. കിഴക്കൻ യുക്രൈനിലെ കൂടുതൽ ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് റഷ്യ മുന്നേറുകയാണ്. ഒഡേസയിൽ സൈനികരെ മാത്രമല്ല സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടന്നു. അതിനിടെ $6100 കോടി സാമ്പത്തിക സഹായം അമേരിക്ക യുക്രൈന് നൽകും. യൂറോപ്യൻ യൂണിയനും യുക്രൈന് ആയുധങ്ങൾ നൽകും. അതോടെ യുദ്ധം മുറുകുമെന്ന ആശങ്കയാണുള്ളത്. ആയുധശക്തി ഇരട്ടിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരുന്നു.